തളിക്കുളം പഞ്ചായത്തിൽ 4-5 വാർഡുകളിലെ കുടിവെള്ള പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം നടത്തി. തളിക്കുളം പുളിയംതുരുത്ത് കലാഞ്ഞി പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകുന്നു. മിനി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഡ്രോട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രയാസവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാനുള്ള സംഖ്യയെക്കുറിച്ചുള്ള ഉത്തരവ് സാധാരണ ഉള്ളതിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തിറക്കി കഴിഞ്ഞു. ഏപ്രിൽ അതല്ല 3-ാം മാസം മാർച്ച് 31-ാം തീയതി വരെ ഗ്രാമപഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയും മെയ് 31 വരെ 12 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തുകൾക്കും പിന്നെ 12 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ വരെ മുനിസിപ്പാലിറ്റികൾക്കും 17 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെ കോർപ്പറേഷനുകൾക്കും ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉത്തരവ് നേരത്തെ തന്നെ സർക്കാരിന് പുറത്തിറക്കേണ്ടി വന്നു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, തളിക്കുളം A TJ ജോൺസി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM മെഹബൂബ്, ബുഷ്ര അബ്ദുൽ നാസർ, MK ബാബു, ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വർഷങ്ങളായി പഞ്ചായത്തിലെ 4-5 കായലോര വാർഡുകളിലെ ജനങ്ങൾ വാട്ടർ അതോറിറ്റി ശുദ്ധജലമാണ് ആശ്രയിച്ചിരുന്നത്. തുടർന്ന് പുതുകുളത്തെ കിണർ ഉപയോഗപ്പെടുത്തി ശുദ്ധജലം നൽകാൻ പഞ്ചായത്ത് തീരുമാനിക്കുകയായിരുന്നു. സർക്കാരിന്റെ വരൾച്ച ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 51 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 9 ലക്ഷവും നഗരസഞ്ചയ ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പൈപ്പ് സ്ഥാപിച്ച് ശുദ്ധജലം എത്തിക്കുന്നതിന് ഏതാണ്ട് 1 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത്. മോട്ടോർ ഷെഡ് നിർമ്മിച്ച് പമ്പ് സെറ്റ് സ്ഥാപിച്ച് വെള്ളം നേരിട്ട് പമ്പ് ചെയ്യാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും പ്രവർത്തനം പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കി ഓവർ ഹെഡ് ടാങ്ക് നിർമ്മിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം സജ്ജമാക്കി.